ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു 3x4 സ്ലീവ് കട്ടിങ്ങുമായാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞൊരു വീഡിയോയിൽ ആം ഹോൾ കട്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഇടുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു 3x4 സ്ലീവാണ് ഞാൻ ഇന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്. ഹാഫ് സ്ലീവ് കട്ട് ചെയ്തതുപോലെ തന്നെ അതിൻ്റെ അളവുകളൊക്കെ നമുക്ക് അടയാളപ്പെടുത്തി അതിൻ്റെ കർവ് വരയ്ക്കുന്നത് മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ നമ്മൾ കൈ ലൂസ് ഒന്ന് അളന്നെടുക്കണം. ഹാഫ് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ലൂസ് അളന്നെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ടേപ്പ് ഇതുപോലെ ഈ ഡോട്ട് മാർക്ക് ചെയ്തതിലേക്ക് കൂടി ഒന്ന് അളന്നെടുക്കണം. സ്റ്റിച്ചിങ് വരുന്നത് ഈ ഡോട്ടിലേക്ക് കൂടി ആയിരിക്കും. അപ്പോൾ ആ അളവൊന്ന് മെഷർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് 7.5 ഇഞ്ചാണ്. 7.5 ഇഞ്ച് ആണ് വന്നത്. പിന്നെ 1 ഇഞ്ച് കൂടി കൂട്ടി 8.5 ഇഞ്ചാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ലീവിൽ ഇതൊക്കെ ഒന്ന് അടയാളപ്പെടുത്താം. ആദ്യം ഞാൻ സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത്താണ് അടയാളപ്പെടുത്തുന്നത്. ഞാനിവിടെ വരയ്ക്കുന്ന സ്ലീവിൻ്റെ ഇറക്കം ഞാനൊരു 14 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 16 വരെയൊക്കെ എടുക്കാം. ഞാനിവിടെ 14 മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനുശേഷം ചെയ്തത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു 3 ഇഞ്ച് ഇവിടെ മാറ്റി മാർക്ക് ചെയ്തു. ഇത് താഴെയും മാർക്ക് ചെയ്തു. ഈ ലൈനെ ഒന്ന് കൂട്ടി വരച്ചിട്ട് ഇതിൽ നമ്മൾ 7.5 ഇഞ്ച് കൈ ലൂസിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് 7 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി ഇവിടെ നിന്ന് 7.5 ഇഞ്ച് വരുന്നില്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പം ഇവിടത്തേക്ക് 7.5 ഇഞ്ച് വരുന്നുണ്ട്. അതായത് കൈ ലൂസ് 7.5 ഇഞ്ച് ഇവിടെ വന്നിരിക്കണം. ഈ 7 ഇഞ്ച് ഇവിടെ എടുക്കുമ്പോൾ ഇവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ഇനി ഈ ലെങ്ത്തിനെ ഒന്ന് നീട്ടി വരക്കാം. അത് നമ്മുടെ കയ്യെത്തുമ്പാണ്. അതൊരു 1 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഈ ലൈനിൻ്റെ മിഡ് പോയിൻ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. 7.5 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പം 3.25 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ പകുതി കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. അതായത് 1.25 കുറച്ചുകൂടി കൂട്ടി വരുമ്പോൾ അതിൻ്റെ പകുതിയായി. അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ അതിൻ്റെ പകുതി മാർക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഇത് ആം ഹോൾ കർവ് വെച്ച് ഇതിൻ്റെ കർവ് വരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ ആം ഹോൾ കർവ് വെച്ച് ഇതിനെ ഇതുപോലെ ഇവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ചെയ്യണം. ഇനി ഇതിൻ്റെ താഴെഭാഗവും ഇതുപോലെ തന്നെ കർവ് ചെയ്ത് വരച്ചു കൊടുക്കണം. ഇനി ഇതിനെ കുഴിച്ച് വരക്കണം. അതിനുവേണ്ടി ഇവിടെ നിന്ന് ഒരു കുറച്ച് കൂടി ഒരു 1/4 ഇഞ്ച് കൂടി ബാക്കോട്ട് എടുക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ ഈ ആം ഹോൾ കർവ് വെച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇത് ബാക്കുമാണ് വരുന്നത്. ഇനി ഇതിൻ്റെ കൈവണ്ണം ഒന്ന് അടയാളപ്പെടുത്തണം. ഞാനൊരു 5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ടു. ഇനി ഈ പോയിൻറ്റ്സിനെ ഒന്ന് കൂട്ടി ജോയിൻ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി കട്ട് ചെയ്യുമ്പോൾ ആദ്യം ബാക്ക് കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഫ്രണ്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി.
ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് ഞാൻ കട്ട് ചെയ്തു. ഇനി ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് കൂടി കുഴിച്ചങ്ങ് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം ഇങ്ങനെയാണ് 3/4 സ്ലീവ് കട്ട് ചെയ്യുന്നത്. ഇറക്കം നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രയാണെന്ന് വെച്ചാൽ എടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.